പറഞ്ഞ് ഞെട്ടിക്കുക, താമസിക്കാതെ തന്നെ മാറ്റി പറഞ്ഞ് മാപ്പ് പറയുക. സംഭവം എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രമുഖ മലയാള ദിനപത്രമായ മലയാള മനോരമയുടെ മാപ്പ് പറച്ചിലുകളെ കുറിച്ചാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാപ്പ് അച്ചടിച്ചില്ലെങ്കിൽ ഇവർക്ക് ഉറക്കമില്ലെന്ന് തോന്നുന്നു. അടുത്ത മാപ്പ് അച്ചടിക്കാനുള്ള സമയം ആയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വൻ വിവാദമായ കേരള തീരത്തെ കടൽ മണൽ ഖനന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നതിന്റെ തെളിവും കൊണ്ടാണ് ഇത്തവണ മനോരമ എത്തിയത്. എന്നാൽ തെളിയിക്കാൻ വന്ന മനോരമയ്ക്ക് കിട്ടിയത് വ്യവസായ മന്ത്രി പി രാജീവിന്റെ നല്ല തകർപ്പൻ മറുപടി. കടൽ മണൽ ഖനനം എതിർപ്പറിയിച്ച് കേന്ദ്രം, കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ എന്ന മനോരമയുടെ പഴയ വാർത്താ കട്ടിംഗ് ഉൾപ്പെടെ എടുത്തു കാണിച്ചതോടെ വലിയ കാര്യത്തിൽ പൊക്കിയെടുത്തുകൊണ്ട് വന്ന തെളിവൊക്കെ തേഞ്ഞങ്ങ് പോയിട്ടുണ്ട്. ഇപ്പോൾ മനോരമ അച്ചടിച്ചിറക്കിയ ഈ വാർത്ത യഥാർത്ഥത്തിൽ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള തന്ത്രമാണെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല. കേന്ദ്ര സർക്കാർ ഓഷോർ ധാതുക്കളുടെ ഖനനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കത്തിന് എതിരെ കേരളം ശക്തമായ എതിർപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. എങ്ങനെയാണ് കടൽ മണൽ ഖനനം വന്നത് എന്ന കാര്യം മനോരമ പഠിക്കേണ്ടിയിരിക്കുന്നുവെന്നും മന്ത്രി ചോദിച്ചു. കേരളം വ്യക്തമായ നിലപാട് ഉയർത്തി ഖനനത്തെ എതിർത്തു. കേന്ദ്രം തീരുമാനത്തിൽ നിന്ന് മാറണമെന്നും പറഞ്ഞു. വിഷയത്തിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടും മനോരമയോ ഈ ലേഖകനോ അറിയുന്നില്ലേ എന്നാണ് മന്ത്രി ചോദിച്ചത്. മനോരമയുടെ ടിപ്പണിക്ക് മനോരമയുടെ തന്നെ തെറ്റാണെന്നതിന് മനോരമയുടെ തന്നെ തെളിവ്. കൊല്ലം തീരക്കടലിൽ മണൽ ഖനനത്തിന് കേന്ദ്രം നിക്ഷേപകരെ കണ്ടെത്താൻ റോഡ് ഷോ നടത്തി. മനോരമയാണ് കടൽ മണൽ ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ. മനോരമ വാർത്തയ്ക്ക് മനോരമ തന്നെ സ്വന്തം ഫയലെങ്കിലും വായിച്ചിട്ട് വേണ്ട സ്റ്റോറി ഫയൽ ചെയ്യാനായിട്ട്. അതുപോട്ടെ, സംഭവവുമായി ബന്ധപ്പെട്ട് 3 തവണയാണ് കേരളം കേന്ദ്രത്തിന് കത്തെഴുതിയത്. നിയമം പാസാക്കിയത് പോലും കോൺഗ്രസ് എംപിമാർ അറിഞ്ഞിട്ട് പോലുമില്ല. ആരും അറിയാതെ തന്നെയാണ് കേന്ദ്രം ഈ നിയമം പാസാക്കിയത്. ഇക്കാര്യങ്ങളൊന്നും മനോരമ കാണുന്നില്ലേ എന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചിരുന്നു. ഇത്രയും ശക്തമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ട് അതിനെക്കുറിച്ച് ഇതേവരെ ഈ ലേഖകൻ അറിഞ്ഞിട്ടേ ഇല്ല, പത്രം അറിഞ്ഞിട്ടില്ല. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ മനോരമ എന്താ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ? വലിയ കാര്യത്തിൽ കൊണ്ടുവരുന്ന പല കണ്ടുപിടുത്തങ്ങളും തകർന്നടിയുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മാപ്പ് പറയുന്നതൊന്നും മനോരമയ്ക്ക് അത്ര പുത്തരിയല്ലെന്ന്. ഇനി അല്പം ഫ്ലാഷ് ബാക്ക് പിടിക്കാം. കുറച്ചു നാളുകൾ മുൻപ് മനോരമയിൽ ഒരു മാപ്പ് അച്ചടിച്ചിരുന്നു. അന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിനെതിരെ തെറ്റായ വാർത്ത നൽകിയതിന് ആയിരുന്നു ആ ഖേദപ്രകടനം. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായിരുന്ന തെലങ്കാനയിലെ BRS നേതാവ് കെ കവിത എം.ബി. രാജേഷ് സ്പീക്കറായിരിക്കെ കേരള നിയമസഭയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നായിരുന്നു അന്നത്തെ മനോരമയുടെ കണ്ടുപിടുത്തം. പരിപാടിയുടെ 7 അയൽവക്കത്ത് പോലും വരാത്ത കെ കവിത മന്ത്രി എം.ബി. രാജേഷിനൊപ്പം ഒരുമിച്ച് ഒരു വേദിയിൽ ഇരിക്കുന്നതും പ്രസംഗിക്കുന്നതും മനോരമ കണ്ടു. അതും മനോരമ മാത്രം കണ്ടു. അതിനുള്ള മറുപടിയാണ് ഒരു പോസ്റ്റ് വഴി മന്ത്രി പറഞ്ഞത്. അതോടെ വീണ്ടും മനോരമ തേഞ്ഞു. കെ കവിത ഈ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടിരുന്നുവെങ്കിലും അവർ ആ പരിപാടിയിൽ എത്തിയിരുന്നില്ല. എലപ്പുള്ളി ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് കെ കവിതയ്ക്ക് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണങ്ങൾക്ക് ആധികാരികത നൽകുന്ന തരത്തിലായിരുന്നു മനോരമയിൽ അന്ന് ആ വാർത്ത അച്ചടിച്ചു വന്നത്. സഭാ ടിവിയിൽ അന്ന് പ്രസിദ്ധീകരിച്ച ചർച്ചയുടെ വീഡിയോയുടെ ലിങ്കും സ്ക്രീൻഷോട്ടും പുറത്തുവിട്ടാണ് മന്ത്രി സംഭവത്തിൽ പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാവ് ഒരു വ്യാജ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ബലം നൽകാൻ മനോരമ ഒരു ഇല്ലാക്കഥ സൃഷ്ടിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും കള്ളക്കഥകൾ പടച്ചുവിടുന്നത് എന്നും അന്ന് മന്ത്രി പറഞ്ഞതോടെ ഏറെക്കുറെ എന്താണ് അവിടെ നടന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി. എന്നിട്ടും ഞങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് വാർത്തകൾ നൽകുന്നത് എന്നാണ് നാഴികയ്ക്ക് 40 വട്ടവും അവർ ഉരുവിടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആരും കാണാത്തത് മനോരമ കാണും, ആരും അറിയാത്തതൊക്കെ അവരറിയുകയും ചെയ്യും. എന്നാൽ ഈ അറിയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നത് മറ്റാരെങ്കിലും തെളിവ് നിരത്തി പറയുമ്പോഴായിരിക്കും അവർക്ക് തന്നെ കത്തുന്നത്. എന്തായാലും മാപ്പ് പറയാൻ മടിയില്ലാത്ത മലയാളത്തിന്റെ സുപ്രഭാതത്തിന് അടുത്ത മാപ്പച്ചടിക്കാൻ നേരമായിട്ടുണ്ട്.